നമസ്കാരം, 𝗩𝗶𝗱 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സഞ്ജയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു ലൈവ് ചാറ്റ് പ്ലഗിൻ നമ്മുടെ സൈറ്റിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ യൂസേഴ്സിനെ ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ തന്നെ ചാറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലഗിൻ്റെ ഡാഷ്ബോർഡിലിരുന്ന് നമുക്ക് റിപ്ലൈയും കൊടുക്കാം. അപ്പോൾ ലൈവായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ യൂസേഴ്സായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് 3 കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, 𝗏𝗏 എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് 𝗏𝗏 പ്ലഗിൻ നമ്മുടെ വെബ്സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് 𝗏𝗏 സെറ്റിങ്സും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഗൂഗിളിൽ 𝗏𝗏 എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ 𝗏𝗏 എന്ന് സെർച്ച് ചെയ്തിട്ട് ആദ്യം വന്നേക്കണ ഈ ഒരു ലിങ്കിൽ അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ സൈൻ അപ്പ് ഫ്രീ എന്നുള്ളൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്തതിന് ശേഷം സൈൻ അപ്പ് ഫോർ ഫ്രീ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ സൈറ്റ് നെയിം, അതുപോലെ തന്നെ സൈറ്റിൻ്റെ URL, പിന്നെ ഈ വിഡ്ജറ്റിൻ്റെ ഒരു നെയിമും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് ടീം മെമ്പേഴ്സ് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് അഡ്മിൻ മാത്രം മതിയോ അല്ലാതെ ഏതെങ്കിലും യൂസറിനെ ആഡ് ചെയ്യണോ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു യൂസറിനെ ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ യൂസറുടെ ഇമെയിൽ ID ഇവിടെ ചൂസ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏജൻറ്റിൻ്റെ റോള് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അഡ്മിൻ ആണെങ്കിൽ അഡ്മിൻ ചൂസ് ചെയ്യാം. എന്നിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല. ഞാൻ നെക്സ്റ്റ് ഇൻസ്റ്റാൾ വിഡ്ജറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കോഡ് കോപ്പി ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ സൈറ്റിൽ ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേർഡ്പ്രസ് പ്ലഗിൻ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ പ്ലഗിൻ യൂസ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ അടിയിൽ ഡൺ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഇമെയിൽ ID ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആക്ടിവേഷൻ മെയിൽ വന്നിട്ടുണ്ടാവും. അത് ചൂസ് ചെയ്തിട്ട് കൺഫേം ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് തന്നെ റീഡയറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ടേക്ക് ടോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ നോ താങ്ക്സ് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഇനി നിങ്ങൾ സെറ്റിങ്സിലേക്ക് ചെല്ലാം. ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നിങ്ങളുടെ ചാറ്റ് വിഡ്ജറ്റിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ നമ്മുടെ ചാറ്റിൻ്റെ പ്ലഗിൻ, ഈ 𝗏𝗏 പ്ലഗിൻ നമ്മുടെ സൈറ്റിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണം. അതിനായിട്ട് ഡാഷ്ബോർഡിൽ പ്ലഗിൻസിൽ ആഡ് ന്യൂ എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ 𝗏𝗏 എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഈ രണ്ടാമത് വന്നേക്കണം 𝗏𝗏 ലൈവ് ചാറ്റ് എന്നുള്ള പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യാം. എന്നിട്ട് സെറ്റിങ്സിലേക്ക് ചെല്ലാം. ഓക്കെ. 𝗏𝗏 സെറ്റിങ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഫോം വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ ഇമെയിൽ ID പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഇവിടെ പ്രോപ്പർട്ടി, നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോപ്പർട്ടി ചൂസ് ചെയ്ത് കൊടുക്കാം. വിഡ്ജറ്റ് നെയിമും ചൂസ് ചെയ്തിട്ട് ഇവിടെ യൂസ് സെലക്റ്റഡ് വിഡ്ജറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഗോ ടു ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാഷ്ബോർഡിലേക്ക് തന്നെ ചെല്ലും. ഓക്കെ. എന്നിട്ട് ഇവിടെ സെറ്റിങ്സിൽ നമുക്ക് നമ്മുടെ ചാറ്റ് വിഡ്ജറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഓറിയോയിൽ ആദ്യം ജസ്റ്റ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യ, പ്രോപ്പർട്ടി റീജിയൻ ഇന്ത്യ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊന്നും ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. നമുക്കിനി ചാറ്റ് വിഡ്ജറ്റിലേക്ക് എല്ലാം. എന്നിട്ട് ഇവിടെ അടിയിലേക്ക് വരാണെങ്കിൽ വിഡ്ജറ്റ് അപ്പിയറൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ വിഡ്ജറ്റിൻ്റെ കളറ് നമുക്കിവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ തീമിനനുസരിച്ച് ഒരു കളറ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ഇവിടെ അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഡ്ജറ്റിൻ്റെ ഡെസ്ക്ടോപ്പ് വിഡ്ജറ്റ് ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാം. ഈ ഒരു സർക്കിൾ വേണോ അല്ലെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിൾ വിഡ്ജറ്റ് വേണോ എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വിഡ്ത്ത്, ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൻ്റെ വിഡ്ത്തും ഹൈറ്റൊക്കെ നമുക്കിവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ അറ്റൻഷൻ ഗ്രാബർ എന്ന് കാണാം. ഈ അറ്റൻഷൻ ഗ്രാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റിൽ വി ആർ ഹിയർ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റാണ് അറ്റൻഷൻ ഗ്രാബർ. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗാലറി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അറ്റൻഷൻ ഗ്രാബേഴ്സ് നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇമേജ് ചൂസ് ചെയ്തപ്പോൾ ഇത് കണ്ടില്ലേ, അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അറ്റൻഷൻ ഗ്രാബർ എന്തായാലും ഡിസേബിൾ ചെയ്യണം. ഓക്കെ. ഈ അടിയിലേക്ക് വരാണെങ്കിൽ മൊബൈൽ വിഡ്ജറ്റ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പൊസിഷൻ, ഏത് പൊസിഷൻ, സ്ക്രീനിൻ്റെ ഏത് പൊസിഷനിൽ നിങ്ങളുടെ വിഡ്ജറ്റ് വേണം എന്നുള്ളതാണ് ഇത്.
ഇനി അടിയിലേക്ക് വിഡ്ജറ്റിൻ്റെ കളറുകൾ നമ്മൾ ഓൾറെഡി വിഡ്ജറ്റിൻ്റെ ഹെഡറിൻ്റെ കളർ ചൂസ് ചെയ്തു. ഇനി ഹെഡർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇതിൻ്റെ അകത്തുള്ള ഒരു വൈറ്റ് പോർഷൻ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ മെയിലിൽ കണ്ടില്ല ഈ ഒരു കളറാണ് ഹെഡർ ടെക്സ്റ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനത് വൈറ്റ് തന്നെ കൊടുക്കുകയാണ്. പിന്നെ ഏജൻറ്റ് കളർ എന്ന് പറയുന്നത് ഏജൻറ്റ് ആക്കുന്ന മെസ്സേജിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ, പിന്നെ അതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റിൻ്റെ കളറാണിത്. പിന്നെ വിസിറ്റർ ആക്കുന്ന മെസ്സേജിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ, അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റിൻ്റെ കളർ, അതായത് ഇത്. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. എന്നിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം. എന്നിട്ട് ഇവിടെ മേളിൽ എസ്കേപ്പ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്. ഇനി ഇതിൻ്റെ അടിയിലേക്കുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട. ഇനി നിങ്ങൾക്ക് നമ്മുടെ സൈറ്റ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ നമ്മുടെ ഐക്കൺ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സെർച്ച് ഫോർ ആൻസേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അതിൻ്റെ ഇടയിൽ ന്യൂ കോൺവെർസേഷനുണ്ട്. അപ്പോൾ ഈ ന്യൂ കോൺവെർസേഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു മെസ്സേജ് ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കാം. ഓക്കെ, ഹായ് എന്ന് മെസ്സേജ് അയച്ചപ്പോൾ തന്നെ എനിക്കിവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, ആ ഒരു ബെല്ലൈക്കണും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് ചെല്ലണം. ഡാഷ്ബോർഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഇൻകമിംഗ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ ഹായ് എന്ന് പറഞ്ഞ് നമ്മൾ അയച്ച മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാറ്റിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ജോയിൻ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് അടിയിൽ, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ നിന്നു അപ്പോൾ നമ്മൾ ചാറ്റിൽ ജോയിൻ ആയി. ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ഓപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ സഞ്ജയ് എന്ന് ജോയിൻ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു യൂസറിൻ്റെ പേര് ഇവിടെ വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ അവിടെ നിന്നൊരു മെസ്സേജ് അയച്ച് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഞാൻ ഹായ് എന്നൊരു മെസ്സേജ് അയക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ നമ്മൾ അയച്ച മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ ചാറ്റിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. ഈ ഒരു സെക്കൻഡ് ഓപ്ഷനില്ലേ ഐക്കൺ, ഇതിൻ്റെ അകത്ത് ആരൊക്കെ ആക്റ്റീവായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കാണിക്കും. പിന്നെ ആക്റ്റീവായിട്ടുള്ള ചാറ്റ്സ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണിക്കും. പിന്നെ പ്രീവിയസ് മെസ്സേജസ്, നമ്മളിപ്പോൾ ഒരു ചാറ്റ് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആ ചാറ്റുകൾ കാണിക്കും. എത്ര ചാറ്റുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഒരു ലൈവ് ചാറ്റ് പ്ലഗിൻ നമ്മുടെ സൈറ്റിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ടുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് അടിയിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ 𝗩𝗶𝗱𝗃 സോഷ്യൽ മീഡിയ ഹാൻഡിൽസും ഞാൻ അടിയിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.